കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനായി എംഎൽഎ എ.സി. മൊയ്തീന്റെ അധ്യക്ഷതയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. ഏപ്രിൽ-മെയ് മാസത്തോടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്ന് എംഎൽഎ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകി. അടുത്ത മാസം 2-ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി വീണ്ടും യോഗം ചേരും. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. 1888-ലാണ് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ലോവർ ഗ്രൗണ്ട് ഉൾപ്പെടെ 7 നിലകളിലായി 1,45,032 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 22 ICU ബെഡ് ഉൾപ്പെടെ 112 ബെഡുകളാണ് സജ്ജീകരിക്കുന്നത്. 1.35 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും 100 KLD ശേഷിയുള്ള STPയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോവർ ഗ്രൗണ്ട് നിലയിൽ സ്റ്റോർ, സർവീസ്, മോർച്ചറി, ഫയർ പമ്പ് റൂം, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും, ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, കാഷ്വാലിറ്റി, എക്സ്റേ, CT, അൾട്രാസൗണ്ട്, മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒരുക്കും. 1-ാം നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനായി 10 കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും, 2-ാം നിലയിൽ 60 വാർഡ് ബെഡുകളും 4 ഐസൊലേഷൻ റൂമുകളും, 3-ാം നിലയിൽ 12 ICU ബെഡുകളും 8 ഐസൊലേഷൻ റൂമുകളും 30 വാർഡ് ബെഡുകളും, 4-ാം നിലയിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ICU സൗകര്യത്തോടെയുള്ള പ്രെപ്പ്, പോസ്റ്റ് OP റിക്കവറി ബെഡുകളും സജ്ജമാക്കും. 5-ാം നിലയിലായി HVAC, CSCD മുതലായ സേവനങ്ങളാണ് ക്രമീകരിക്കുക. കുന്നംകുളം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം കുന്നംകുളം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, ഇൻകൽ പ്രതിനിധി R തമ്പി, റൈറ്റ്സ് പ്രതിനിധികളായ ദേവ ആനന്ദ്, അനുഷ്മോൻ, ബബിത രാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം.